ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രാഗൺ ബോൾ ഡൈമിയുടെ എപ്പിസോഡ് 7ഉം 8ന്റെയും ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ബുൾമ ആ ഒരു സ്പേസ്ഷിപ്പ് ഒക്കെ റെഡിയാക്കി പറക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് കേടായി പിന്നെയും താഴെ വീഴുന്നതാണ്. അങ്ങനെ അതിനുശേഷം പിന്നെയും ബുൾമ ആ ഒരു സ്പേസ്ഷിപ്പ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ബുൾമക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇനി ഈ ഒരു സ്പേസ്ഷിപ്പ് റിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു എലമെന്റിന്റെ ആവശ്യമുണ്ട്. അതാണെങ്കിൽ ഇവിടെ എർത്തിൽ നിന്ന് കിട്ടുന്നതുമല്ല. അങ്ങനെ ഇത് കേട്ട് വെജീറ്റ പറയും, എർത്തിലുള്ള ഏതെങ്കിലും ഒരു മെറ്റൽ വെച്ച് നീ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യെന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരുപാട് ദിവസം എടുക്കുമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ഇവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ അടുത്ത് പെട്ടെന്ന് ഒരു സ്പേസ്ഷിപ്പ് ലാൻഡ് ആകുന്നു. ഇതാരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ഡീമണ്ഡലത്തിലുള്ള കിങ് ഇല്ലേ, അതായത് പാൻസിയുടെ ഫാദർ. പുള്ളിക്കാരൻ നമ്മുടെ ഗോകുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള വെജീറ്റയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഹൈബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ നമ്മുടെ ബുൾമ, വെജീറ്റ, പിക്കലോ 3 പേരും ഹൈബീസിന്റെ സ്പേസ്ഷിപ്പിലേക്ക് കയറുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ നമ്മുടെ ഗോകുവിനെയാണ് കാണിക്കുന്നത്. ഗോകു, ഗ്ലോറിയോ, പാൻസി, ഷിൻ ഇവർ 4 പേരും ഇപ്പോൾ സ്പേസ്ഷിപ്പിലൂടെ പോവുകയാണ്. അങ്ങനെ ഇവർ പറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും നമ്മുടെ ഗോമയുടെ ആൾക്കാർ ഇവരുടെ സ്പേസ്ഷിപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി താഴെ ഇറക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗോകു എങ്ങനെയോ രക്ഷപ്പെട്ടത് കൊണ്ട് ഇപ്രാവശ്യം എന്തായാലും പിടിക്കുമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇൻസ്റ്റന്റ് ടെലിപ്പോർട്ടേഷൻ വെച്ച് ഗോകു മറ്റൊരു സ്ഥലത്ത് പോയി എസ്കേപ്പ് ആവുന്നു. എന്നാൽ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാതെ പാൻസിയെ കൈയോടെ പിടിക്കുകയും ചെയ്യും. അതായത് നമുക്ക് സീരീസിൽ ആദ്യം പാൻസിയെ കാണിച്ചു തന്നത് ഓർമ്മയില്ലേ, ഒരു മാസ്ക് ഒക്കെ വെച്ച് ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു ഫൈറ്റ് ചെയ്തത് പാൻസി ആണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഗോമയുടെ ആൾക്കാർ പാൻസിയെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഇവർ തമ്മിൽ ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. നമ്മുടെ ഗ്ലോറിയോ ഒക്കെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യുന്നതും ഷിന്നൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടാണ് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്. അതിനിടയിൽ നമ്മുടെ ഒളിച്ചിരുന്ന ഗോകു പുറത്ത് വന്ന് ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്ത് ആ ഒരു ഗോമയുടെ ആൾക്കാരെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കുന്നു. എന്നാൽ ഇവരുടെ ഫൈറ്റിനിടയിൽ നമ്മുടെ ഗോകുവിന്റെ സ്പേസ്ഷിപ്പ് ഡാമേജ് ആയതുകൊണ്ട് തന്നെ ഗോമയുടെ ആൾക്കാർ വന്ന് ആ ഒരു സ്പേസ്ഷിപ്പ് എടുത്ത് പോകാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഗോമയുടെ ആൾക്കാരുടെ കയ്യിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഒക്കെ ഡിസേബിൾ ചെയ്ത് വെക്കുന്നുമുണ്ട്. അപ്പോഴാണ് നമ്മുടെ പാൻസി പറയുന്നത്, എന്റെ കഴുത്തിൽ ആ ഒരു റെഡ് റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഇനിയും ഗോമയുടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്ത് എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ നമ്മുടെ സുപ്രീം കൈ ആയിട്ടുള്ള ഷിന്ന് ആ ഒരു റിംഗ് പൊട്ടിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിംഗ് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ സുപ്രീം കൈയൊക്കെ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഡീമണ്ഡലത്തിലുള്ള മെറ്റീരിയൽ വെച്ചാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ഷിന്ന് ഈസി ആയിട്ട് ആ ഒരു റിംഗ് പൊട്ടിച്ച് കളയുന്നു. അതോടുകൂടി നമ്മുടെ പാൻസിയും വളരെയധികം ഹാപ്പി ആകുന്നുണ്ട്. അപ്പോഴാണ് പാൻസി നമ്മുടെ ഷിന്നിനോട് ചോദിക്കുന്നത്, നിന്റെ റിയൽ നെയിം എന്താണ്? കാരണം ഡീമണ്ഡലത്തിൽ ജനിക്കുന്ന സമയത്ത് ഇവർക്കൊരു പേരുണ്ടാകും. അപ്പോഴാണ് നമ്മുടെ ഷിൻ പറയുന്നത്, എന്റെ റിയൽ നെയിം എന്നത് നഹാറ എന്നാണ്. അങ്ങനെ അവരെല്ലാവരും ആ ഒരു സ്പേസ്ഷിപ്പ് എടുത്ത് ഇവിടെ നിന്നും അടുത്ത ഡീമണ്ഡലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അവിടെ ഉണ്ടായ ആ ഒരു സ്പേസ്ഷിപ്പ് എടുത്ത് ഇവിടെ നിന്നും പോകുന്നു. ഇനി ഇവർക്ക് നെക്സ്റ്റ് ഡീമണ്ഡലത്തിൽ പോകണമെങ്കിൽ ഈ ഒരു സ്പേസ്ഷിപ്പിന് ഒരു പിൻ നമ്പർ ഉണ്ട്. അതാണെങ്കിൽ നമ്മുടെ പാൻസി ഒരു ഹാക്കറിനെ കോൺടാക്ട് ചെയ്ത് അത് കണ്ടുപിടിക്കുന്നുമുണ്ട്. ഈ സമയം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെജീറ്റയും ബുൾമയും ഒക്കെ ഡീമണ്ഡലത്തിൽ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഈ സമയം നമ്മുടെ ഗോകു ആണെങ്കിൽ ട്രാവൽ ചെയ്ത് ആ ഒരു 3 സ്റ്റാർ ഡ്രാഗൺ ബോൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ടെമഗാമിയുടെ അടുത്ത് എത്തുന്നു. അങ്ങനെ ഇനി ഏതായാലും ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ടെമഗാമിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഗോകും ഫ്രണ്ട്സും എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് മുൻപ് ഈ ഒരു ഡീമണ്ഡലത്തിന്റെ കിങ് ആയിട്ടുള്ള ഡബോറയേക്കാൾ ശക്തനായിട്ടുള്ള ഒരാളാണ് ഈ ഒരു ടെമഗാമി എന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ഗോകു എല്ലാം തന്നെ റെഡിയായി നമ്മുടെ ടെമഗാമിയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ ടെമഗാമിയുടെ അടുത്തെത്തി ടെമഗാമി പറയാൻ തുടങ്ങും, നിനക്ക് ഈ ഒരു ഡ്രാഗൺ ബോൾ വേണമെങ്കിൽ എന്നെ ഡിഫീറ്റ് ചെയ്യണമെന്ന്. ഇനി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഗോകു വാസസ് ടെമഗാമി എന്ന് പറഞ്ഞിട്ടുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സത്യം പറയാനോ നല്ല അടിപൊളിയായിട്ടുള്ള ഫൈറ്റ് ആണ് ഇവർ രണ്ടുപേരും തമ്മിൽ പോകുന്നത്. ആ ഒരു ആനിമേഷനും ഫൈറ്റിംഗ് സ്റ്റൈലും മറ്റൊക്കെ എടുത്തു നോക്കിയാൽ നല്ല ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഡ്രാഗൺ ബോൾ ജി ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൂടുതലായും ഹാൻഡ് ടു ഹാൻഡ് ആയിട്ടുള്ള ഫൈറ്റ് ആണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു പവർ പോളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് ഗോകു ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെമഗാമി ആ ഒരു ഹാമർ വെച്ചും ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഫൈറ്റിനിടയിൽ ഗോകുവിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഗോകു പതിയെ സൂപ്പർ സൈനിലേക്ക് മാറുന്നു. സൂപ്പർ സൈൻ ആയ ഉടൻ തന്നെ ആ ഒരു ടെമഗാമിയുടെ ഹാമർ ഒക്കെ 2 പീസ് ആക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഫൈനലി നമ്മുടെ ഗോകു കാമെഹാമെഹ യൂസ് ചെയ്യുന്നതും ഇവിടെ ഗോകു സൂപ്പർ സൈൻ 2 ആയതിനു ശേഷം ടെമഗാമിക്ക് നേരെ ഒരു പഞ്ച് കൊടുക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചത്. അങ്ങനെ ടെമഗാമിക്ക് മനസ്സിലാകും ഇനി ഫൈറ്റ് ചെയ്താൽ ശരിയാകില്ല എന്ന്. അങ്ങനെ ടെമഗാമി തന്റെ തോൽവിയും സമ്മതിച്ചിരുന്നു. എന്നാൽ ഗോകുവിന് ഒരു മിഷനും കൂടി പാസ്സാകാനുണ്ട്. എന്നാൽ മാത്രമേ ഈ ഒരു ഡ്രാഗൺ ബോൾ ടെമഗാമി കൊടുക്കുകയുള്ളൂ. നെക്സ്റ്റ് മിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെമഗാമിയുടെ കയ്യിലുള്ള ആ ഒരു 3 സ്റ്റാർ ഡ്രാഗൺ ബോൾ ഇല്ലേ, 4
4 കപ്പ് കമിഴ്ത്തി വെച്ചു അതിനുള്ളിൽ ഈ ഒരു 3 സ്റ്റാർ ഡ്രാഗൺ ബോൾ വെച്ച് മൂവ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഏത് കപ്പിലാണോ ആ ഒരു ഡ്രാഗൺ ബോൾ ഉള്ളത് അത് കറക്റ്റ് ആയി ഗോക്കു പറയണം. ഈ ഒരു ഗെയിം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടും ഉണ്ടാകും. എന്നാൽ നമ്മുടെ ഗോക്കു ആണെങ്കിൽ അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നുമുണ്ട്. ടെമഗാമി ആ ഒരു കപ്പൊക്കെ വേഗത്തിൽ മാറ്റുന്ന സമയത്ത് ഡ്രാഗൺ ബോൾ എടുത്ത് മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നു. എന്നാൽ ഗോക്കു അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നുമുണ്ട്. അങ്ങനെ അതിനുശേഷം ടെമഗാമി ആണെങ്കിൽ ആ ഒരു ഡ്രാഗൺ ബോൾ ഗോക്കുവിന് കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ഫസ്റ്റ് 3 സ്റ്റാർ ഡ്രാഗൺ ബോൾ നമ്മുടെ ഗോക്കുനും ടീമിനും കിട്ടി. ഈ ഒരു വിവരങ്ങളൊക്കെ നമ്മുടെ ഗ്ലോറിയോ അനുസുവിന് അറിയിക്കുന്നുമുണ്ട്. പ്ലാൻ പ്രകാരം എല്ലാം കറക്റ്റ് ആയിട്ടാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഇപ്പോഴുള്ള കിങ് ഗോമയാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗോമയും ഡെഗിസും നമ്മുടെ മാജിൻ ബു ആർക്കിൽ നടന്ന ഓരോ സംഭവങ്ങളും ഇങ്ങനെ നോക്കുകയാണ്. ഇവിടെ നമ്മുടെ വെജീറ്റ സാക്രിഫൈസ് ചെയ്ത് മാജിൻ ബുവോട് കൂടി പൊട്ടിത്തെറിക്കുന്നതും മാജിൻ ബു മുഴുവനായും ചിന്നിച്ചിതറുന്നതൊക്കെ ഇവിടെ കാണിച്ചു തരുന്നു. അങ്ങനെ ആ ഒരു മാജിൻ ബുവിന്റെ സെൽസ് ഒക്കെ റീജനറേറ്റ് ആകുന്ന ആ ഒരു സീനിലാണ് അവിടെ അനുസു വന്ന് ആ ഒരു സെല്ലിന്റെ ചെറിയ ഭാഗം ഒരു ബോട്ടിൽ കളക്ട് ചെയ്യുന്നതൊക്കെ ഇവർ കാണുന്നത്. ഈ ഒരു സീൻ കണ്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഡ്രാഗൺ ബോൾ സി കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു സ്റ്റോറി എന്നതിന് പകരം ഡ്രാഗൺ ബോൾ സിയുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നത്. അങ്ങനെ അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അനിസുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അനിസു പറയും ഇനിയുള്ള കാര്യങ്ങളൊക്കെ വേഗം നോക്കാമെന്ന് പറഞ്ഞ് മാർബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വയസ്സായ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോകും. ഇവർ രണ്ടുപേരും എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാജിൻ ബുവിനെ പിന്നെയും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ചില മാജിക്കൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് പല വിഷയങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്താണ് നമ്മുടെ അനിസു പറയുന്നത്, അതായത് നമ്മുടെ ഡ്രാഗൺ ബോൾ സീലൊക്കെ കണ്ട ആ ഒരു മാജിൻ ബുവിലെ അവരെ ക്രിയേറ്റ് ചെയ്തത് ബാബിഡിയാണ് അല്ലെങ്കിൽ ബിബിഡിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിബിഡി ഈ ഒരു നേരത്തെ പറഞ്ഞ മാർബ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രവാദിനിയില്ലേ പുള്ളിക്കാരിയോട് പറഞ്ഞ് ആ ഒരു മാർബയാണ് ശരിക്കും മാജിൻ ബുവിനെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു മാജിൻ ബുവിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ ഈ ഒരു ഡീമൺ റൺ തന്നെ ഡിസ്ട്രോയ് ആകുമെന്നുള്ള മനസ്സിലാക്കിയാണ് മാജിൻ ബുവിനെ പുറത്തേക്ക് കൊണ്ടുപോയത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്താരോടും പറയില്ല എന്നും നമ്മുടെ അനിസു പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അനിസു പിന്നെയും പറയും ഈ ഒരു സംഭവം സക്സസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഡ്രാഗൺ ബോൾസ് വെച്ച് ബാക്കിയുള്ള കാര്യം നോക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും മാർബ പറയും ഡ്രാഗൺ ബോൾസ് ഒക്കെ ടെമഗാമീസ് പ്രൊട്ടക്ട് ചെയ്യുകയാണല്ലോ, നമ്മുടെ കിങ്ങിന് പോലും ഡ്രാഗൺ ബോൾസ് എടുക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് അനിസു പറയുന്നത് നമ്മൾ ഓൾറെഡി 3 സ്റ്റാർ ഡ്രാഗൺ ബോൾ കളക്ട് ചെയ്തു. അങ്ങനെ അതോടുകൂടി ഈ ഒരു 2 എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം.